ഹായ് ഓൾ. പ്രൈമറിയിൽ നിന്നും ഹൈസ്കൂളിലേക്ക് മക്കൾ കടക്കുകയാണ്. പ്രൈമറിയിൽ നിന്നും ഹൈസ്കൂളിലേക്ക് കടക്കുമ്പോൾ അതിനനുസരിച്ച് പാഠഭാഗങ്ങളിലും മാറ്റങ്ങളുണ്ടാവും. അത് മക്കൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഇതുവരെ നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ കൊണ്ടുപോകേണ്ടത്. കാരണം ഇപ്പോൾ നിങ്ങൾ പ്രൈമറി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അതിന് ചെറിയ ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്ത് പഠിച്ചിരുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഇന്ന് ഫിനിഷ് ചെയ്യേണ്ടത് നാളെ ഫിനിഷ് ചെയ്യാം, ബാക്കിയുള്ളത് നാളെ നോക്കാം എന്നൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് നോക്കാം എന്നൊക്കെ രീതിയിലുള്ള ഒരു പഠനമായിരുന്നെങ്കിൽ അതിൽ നിന്നും മാറ്റി പിടിക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഇവിടെ ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി കുറേ അധികം പേപ്പേഴ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സയൻസ് തന്നെ നമുക്ക് എടുക്കാം. സയൻസ് എന്ന് പറയുന്ന ഒരു ഫാമിലി, ആ ഒരു ഫാമിലി നിങ്ങൾ സിംഗിളായിട്ടാണ് പഠിച്ചിരുന്നെങ്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്, 3ആയി മാറുന്നുണ്ട്. ലൈക്ക് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നിങ്ങനെ 3 പേപ്പേഴ്സായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എടുക്കുന്നത് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് നമുക്ക് കാണാൻ പറ്റും ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്. ഇങ്ങനെ ഓരോ പേപ്പേഴ്സും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായി വരുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അതിലും കുറേ അധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ 10th CBSEയിലെയും അതുപോലെ തന്നെ 9th CBSEയിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ കൂടെ കൊണ്ടുപോകേണ്ട കുറേ അധികം ഭാഗങ്ങൾ നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അതായത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഹൈസ്കൂളിലെ ഒരു ബേസാണ് നമ്മുടെ 8th CBSE എന്ന് പറയുന്നത്. അപ്പോൾ ഹൈസ്കൂളിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സസിലും പഠിക്കേണ്ടത് ഇതിൻ്റെ ഒരു തുടർച്ചയാണ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കി വെക്കാം. ഇതിപ്പോൾ ഞാൻ പറയുന്നത് മക്കളോട് മാത്രമല്ല, കുട്ടികളോട് മാത്രമല്ല, അവരുടെ പാരൻസിനോട് കൂടിയാണ്. കാരണം എപ്പോഴും 7ാം ക്ലാസ് വരെ പഠിച്ച രീതിയിൽ മക്കളോടൊപ്പം ചിലപ്പോൾ എന്താ പറയുക കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ചില പാരൻസിന് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അങ്ങോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളൊന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥ ഇവിടെയില്ല. കാരണം നിങ്ങൾക്ക് മുമ്പിൽ അടിപൊളി പ്ലാറ്റ്ഫോമാണുള്ളത്. സൈലം പോലെയുള്ള കിഡിൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷനോ ഒരു സംശയങ്ങളോ നിങ്ങൾക്ക് ആവശ്യമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഒരു കാര്യം തന്നെയാണ് മക്കൾ ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത്. പക്ഷേ ആ ടെൻഷനുകൾ മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ സൈലത്തിൻ്റെ യോധ ബാച്ചിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സും ആ ചാപ്റ്റേഴ്സ് എങ്ങനെ എടുത്തു തരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? അപ്പോൾ ഏറ്റവും കൺഫ്യൂഷനായിട്ട് വരുന്ന ഒരു ഭാഗമാണ് MCQ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലൈവ് കഴിയുമ്പോൾ നമ്മുടെ ഒരു ലൈവിന് 3-4 പാർട്ടുകളായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്, ആ ചാപ്റ്ററിൻ്റെ ലെങ്ത് അനുസരിച്ച്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ 3-4 പാർട്ടുകളായി ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ പാർട്ടിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 10ഓളം MCQs കൂടി കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ചാപ്റ്റർ പഠിച്ച് കഴിയുമ്പോൾ ഒരു കുട്ടി 30-40ഓളം MCQ എന്ത് ചെയ്യും, പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഈ പറയുന്ന എക്സാമിനേഷൻ്റെ 25% മാർക്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഈ MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് വലിയ രീതിയിൽ മക്കൾ എന്ത് ചെയ്യുന്നു, ഓരോ ചാപ്റ്റേഴ്സിലും കൃത്യമായിട്ടും എക്സാമിന് വരും എന്ന് ഉറപ്പുള്ള MCQs പഠിച്ചു പോകും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ യോധ ബാച്ചിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. യോധ ബാച്ചിലൂടെ കിട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സസ് ആണ്. അപ്പോൾ നമ്മൾ പല ആളുകളും മക്കളെ ദൂരം വിട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ ട്യൂഷൻ അയക്കുമ്പോൾ പ്രധാനമായിട്ടും ടെൻഷൻ വരുന്നത് സമയത്തിൻ്റെ കാര്യത്തിലാണ്. കാരണം രാവിലെ എണീക്കണം, ദൂരെ പോയി പഠിക്കണം, അപ്പോൾ അവരുടെ ട്രാവലും കാര്യങ്ങളും അങ്ങനെ അധികം സംശയങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സസ് മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ത്രൂ. കാരണം സൈലം 8ാം ക്ലാസ് മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് യോധ ബാച്ച്. ഈ യോധ ബാച്ചിലൂടെ കൃത്യമായിട്ടും ഓരോ ചാപ്റ്റേഴ്സും, എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായി മക്കളുടെ മുമ്പിലേക്ക് ലൈവിലൂടെ എത്തിക്കുന്നതാണ്. കൂടാതെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഓരോ ലൈവുകൾ കഴിയുമ്പോഴും കൃത്യമായിട്ടും MCQ, അതായത് നമ്പർ ഓഫ് MCQs, നമ്മളൊരു 10 MCQs മക്കളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അതായത് ഒരു ചാപ്റ്റർ 4 പാർട്ടുകളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 40 MCQ മക്കൾക്ക് ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അവൈലബിൾ ആയിരിക്കും. ഏറ്റവും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഭാഗമാണ് MCQ. കാരണം 25% 25% മാർക്ക് വരുന്ന ഒരു ഭാഗമാണ് MCQ, അല്ലേ? അപ്പോൾ MCQ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ ആ ലൈവുകളുടെ ലാസ്റ്റ് DPP ക്വസ്റ്റ്യനിലൂടെ മാത്രം മക്കൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ കൃത്യമായിട്ടും എല്ലാ മാർക്കിനും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, 2 മാർക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, 3 മാർക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് കൃത്യമായി ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. കൂടാതെ ഒരു കുട്ടിക്ക് ഏറ്റവും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യമായി ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴാണ്. അത് അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഇവിടെയില്ല. കാരണം ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും കൃത്യമായിട്ടുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരാം എന്നുള്ള ഒരു ഐഡിയ കൂടി മക്കൾക്ക് എന്ത് ചെയ്യും, ലഭിക്കും എന്നുള്ളതാണ്.
കൂടാതെ നമ്മൾ ഈ പറയുന്ന ഓരോ ലൈവുകൾ കഴിയുമ്പോഴും അതിന് കൃത്യമായിട്ട് നോട്ട്സും സ്ലൈഡ്സും മക്കൾക്ക് അവൈലബിൾ ആയിരിക്കും. ഡൗട്ട് ക്ലാരിഫിക്കേഷനുള്ള സൗകര്യങ്ങളും ഒക്കെ സാലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു യോധ ബാച്ചിലൂടെ. അപ്പോൾ ഇനി ആരെങ്കിലൊക്കെ ഇനിയും അഡ്മിഷൻ എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. കാരണം നമ്മുടെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുക്കുക, നമ്പർ താഴെ കാണുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടിപൊളിയായിട്ട് 8ാം ക്ലാസ്സിലെ പഠനം കംപ്ലീറ്റ് ചെയ്യണം. യോധയുടെ കൂടെ മക്കൾ ഉണ്ടാവണം, മക്കളുടെ കൂടെ നമ്മളും ഉണ്ടാവുന്നതായിരിക്കും. താങ്ക് യു ഓൾ, ബൈ.